ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 18 സെൻറ്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് ഗ്രാൻഡായിട്ട് നിർമ്മിച്ച ഒരു വീടാണ്. 3 വർഷം പോലും പഴക്കമില്ല കേട്ടോ. 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട്. അത് വീടിന് അകത്തോട്ട് ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരഴുക്ക് പോലും ഇല്ല. ന്യൂ മോഡൽ അല്ലേ, ആ ഒരു ലുക്കിൽ പണിതേക്കണത്. പർഗോളയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ കണ്ടോ. ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കാണ്ടിരിക്കരുത്. കഴിയുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി കൊടുത്തേക്ക്. നല്ല ലുക്കൊരു വീട്, ഒന്നും പറയാനില്ല. കണ്ട വീടിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ട, ഇഷ്ടം പോലെ ചെടിയും കാര്യങ്ങളൊക്കെ കൊടുത്തേ ഓക്സിജനൊക്കെ ഒരു കുറവുണ്ടാവില്ല. ഇവിടെ നിന്നാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇത് ചക്കയൊക്കെ ഉണ്ടായി കിടക്കണ കണ്ട, കയ്യെത്തും ദൂരത്താണ്ട് ചക്കയൊക്കെ ഉണ്ടായി കിടക്കണം. ഇഷ്ടം പോലെ ചക്ക. ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് ഈ നട്ടുപിടിപ്പിച്ചേക്കണെല്ലാണ്. ഇത് റംബൂട്ടാൻ, ഇത് മാവ്, ഇഷ്ടം പോലെ. നമുക്കിതൊക്കെ കാഴ്ച കിടക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. ഇനി വീടിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അതും വേറൊരു ലുക്കാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. CCTV കാര്യങ്ങൾ എല്ലാം വേണ്ടിട്ടാ. സെക്യൂരിറ്റിയൊക്കെ പക്കയാണ്. തേക്കിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ഇതാണ് അകത്തോട്ട് കയറുമ്പോൾ ആ ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. കണ്ട അകത്തോട്ടൊക്കെ നിങ്ങൾ നോക്കിയൊന്ന്. തൊട്ടപ്പുറത്ത് നിങ്ങൾ TV ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നടുമുറ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഇഷ്ടം പോലെ ചെടികൾ നട്ടുവളർത്തിയേക്കാണ്. അപ്പോൾ വീടിൻ്റെ അകത്തും ഓക്സിജൻ കിട്ടണമെന്നുള്ളൊരു ഇതാണ്. അവിടെയാണ് രൂപവും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം. ഇതൊരു ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. TV ഏരിയ ഉണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു TV ഏരിയ. വീട് കണ്ട ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നത്. ഇതേണ്ട ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച്. ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. എന്താ ഒരു ഭംഗിയല്ലേ. ഈ വീട് നേരിട്ട് വന്ന് കാണണം, എന്ത് രസമാണെന്നറിയാമോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ, അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ കണ്ട എന്താ ഒരു ക്യൂട്ട് ലുക്ക് നോക്കി. എല്ലാം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ആണ് കംപ്ലീറ്റ് തടിയാണ്ട. തടിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ചെയ്തേക്കണം. ഇത് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കിയാൽ നിങ്ങൾ, നല്ല വലിപ്പമുള്ള ബെഡ്റൂം. AC കാര്യങ്ങളെല്ലാനും അത് പിന്നെ പറയണ്ടല്ലോ. ആ റൂമിൻ്റെ ബാത്റൂം, ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കബോർഡ്, ഡ്രസ്സിങ് കബോർഡാണത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം പോയി കാണാം. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതിൻ്റെ കബോർഡ്, അതിൻ്റെ ബാത്റൂം. ഇതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ. അതിൻ്റെ മോൾ ഭാഗമൊക്കെ ബാൽക്കണിയൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരട്ടെ, എല്ലാവരും നിങ്ങളൊന്ന് കണ്ടോട്ടെ, സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടോ. ഇനി ഇതിൻ്റെ കിച്ചൺ കാണാം. കിച്ചൺ കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് കൊടുത്തേക്കണം. ഇത് ഫസ്റ്റ് കിച്ചണാണ്ട. നല്ല വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കണം. ഇവിടെ ഹോബ് കാര്യങ്ങളെല്ലാം നേരെ മുകളിൽ വെച്ചിട്ടുണ്ട്. സെൻറ്ററിലാണ് കുക്കിങ്, അത് ചൂടാക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ. റഫ്യൂസൊക്കെ ഇവിടെയാണ് സെക്കൻഡ് കിച്ചൺ. ഇവിടെയാണ് റഫ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഏരിയ. ഇവിടെയും നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെയും ഉണ്ട്. നിങ്ങളിത് വന്ന് നേരിട്ട് കണ്ടാൽ നല്ല മനസ്സിലാവുള്ളൂ. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ എടപ്പള്ളിക്ക് അടുത്താണ്ട. എടപ്പള്ളിക്ക് അടുത്തായിട്ട് വരും. എടപ്പള്ളിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങാട്. ഇത് പുത്തമ്പള്ളി എന്ന് പറയും. എടപ്പള്ളിക്കടുത്ത് പുത്തമ്പള്ളി അടുത്താണ് ഈ വീട്. 18 സെൻറ്റ് സ്ഥലവും വീടും. ഈ വീടിന് 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്ട. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള 3000 സ്ക്വയർ ഫീറ്റ് വീട്. ഇതാണ് മുകളിലത്തെ ഹാളട്ടാ.
ഈ വീടിന് ചോദിക്കണ വില 2,58,00,000 രൂപയാണ്. വീട് അതിനുള്ള ഉണ്ട്. കാരണം ഇവിടെയൊക്കെ സ്ഥലത്തിന് ഭയങ്കര വിലയാണ്. കാരണം ഈ ഏരിയയിൽ സ്ഥലത്തിൻ്റെ വില അറിയില്ല. നേരെ മെയിൻ റോഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 23 ലക്ഷം രൂപയ്ക്കാണ് സെൻറ്റിന് ചോദിക്കണം. ഇതാണ് ബാൽക്കണി. കണ്ട ബാൽക്കണി കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇവിടെ TV കാണാനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം. കണ്ടത് ഇവിടെ TV കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട അതിൻ്റെയൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കണ്ട TV ഇവിടെ സെറ്റ് ചെയ്തേക്കണുണ്ട. ബോക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇരുന്ന് TV കാണാം. അപ്പോൾ പുറത്താരെങ്കിലും വന്നാലും ഇവിടുന്ന് കാണാൻ പറ്റും. കണ്ട ഇതാണ് ബാൽക്കണിയുടെ. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്ട് നേരത്തിട്ടേക്കണം. അത് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ 18 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് വീട്, അതായത് വെറും 2.5 വർഷം മാത്രം പഴക്കം. ഈ വീടിന് ചോദിക്കണ വിലയാണ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ വില 2,58,000. കാരണം സ്ഥലത്തിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. കാരണം ഇവിടെ നല്ല വിലയാണ് സ്ഥലത്തിൻ്റെ. 3ാമത്തെ ബെഡ്റൂം കേട്ടോ. ഇതതിൻ്റെ ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ബാത്റൂം, എല്ലാം ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നതാണ്. ഒരഴുക്കും കൂടി ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് അധികം പഴക്കൂല, 2.5 വർഷമുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ തന്നെ ഈ അടുത്ത മാസം തൊട്ട് ഇതിൻ്റെ ഓണർ വെളിയിലോട്ട് പോകും. കാരണം ഇവർ വിദേശത്താണ്. പിന്നെ ഇവിടെ അമ്മയും അപ്പനും മാത്രം ഉണ്ടാവുള്ളൂ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇത്രയും വലിയ വീട് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഇത് കൊടുക്കണത്. അപ്പോൾ ഇവരെ അങ്ങാട് വിദേശത്തോട്ട് പോകണേന്ന് തോന്നണം. അത് കാരണമായിരിക്കും ഇത് കൊടുക്കണത്. ഇത് 4ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ, ഇത് അതിൻ്റെ ബാത്റൂം. കണ്ടോ? ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട്. ഇനി ബാക്കിൽ ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തുണിയൊക്കെ അലക്കി ഉണക്കിയിടാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെയാണ്. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തേക്കണത് ഇവിടെയാണ്. വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ മുകളിലോട്ട് കയറാനില്ല. ഇത് നല്ല പോഷ് ഏരിയയാണ്. ഹൈവേയിലോട്ട്, അതായത് പുതിയ 6 വരിപ്പാതയിലോട്ട് ഏകദേശം ഒരു 900 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. 1 കിലോമീറ്റർ ഉണ്ടാവില്ല. അത്രയും സൗകര്യമുള്ളൊരു വീടാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിനൊക്കെ പ്രൊഫൈൽ വെക്കുകയാണെങ്കിൽ ഒരു 80% വരെ ലോണും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട.